ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ആരതി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ളൊരു സാമ്പാർ റെസിപ്പിയാണ്. ഇത് വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സാമ്പാറാണ്. ഇതൊരു ബാച്ചലർ സ്റ്റൈലായിട്ടുള്ള ഒരു കുക്കിംഗ് ആണ്. ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് പച്ചക്കറികൾ മാത്രമാണ് ചേർക്കുന്നുള്ളൂ. പച്ചക്കറികളായിട്ടുള്ള പൊട്ടറ്റോ, ക്യാരറ്റ്, സവാള, ബീൻസ്, തക്കാളി, പരിപ്പ്, മുരിങ്ങാക്കോൽ, മത്തങ്ങ, പിന്നെ കുറച്ച് പച്ചമുളക്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ആവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം ആഡ് ചെയ്യാം കേട്ടോ. ഈ പച്ചക്കറികളെല്ലാം കുഞ്ഞു കുഞ്ഞു ക്യൂബായി കട്ട് ചെയ്തതിന് ശേഷം പരിപ്പും ആവശ്യത്തിന് ഉപ്പും ബാക്കി പൊടികളായിട്ടുള്ള 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ 2 സ്പൂൺ നല്ല മുളക് പൊടി ഇടാവുന്നതാണ്. പിന്നെ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, 4 സ്പൂൺ സാമ്പാർ പൊടി. ഇപ്പം ഞാൻ ഇടുന്ന ഈ സ്പൂണിലാണ് എല്ലാ അളവുകളും എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കായും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ കുക്കർ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിടാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു വിസിൽ അടിച്ച ശേഷം നമുക്ക് കുക്കറൊന്ന് ഓഫ് ചെയ്യാം. കുക്കറിൻ്റെ ആവി പോകുമ്പോഴേക്കും ഒരു ചെറിയ പാനിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ചെറുതായി കട്ട് ചെയ്ത് തക്കാളി ഇട്ട് നമുക്കൊന്ന് വഴച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് വഴി കറിക്ക് നല്ലൊരു ഫ്ലേവറും മണവും കിട്ടും. ഇത് തക്കാളി ഉടഞ്ഞു പോകാതിരിക്കാനും സഹായിക്കും നമ്മളെ. ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വെണ്ടയ്ക്ക കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമ്മൾ കുക്കർ തുറന്ന് ബാക്കി വേവിച്ച പച്ചക്കറിയിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും നല്ല വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റി താളിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും കൂടി ചേർത്ത് പച്ചമണം മാറുന്ന വഴി ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഇനി കറിയിലേക്ക് ആഡ് ചെയ്യാം. ഒപ്പം ആവശ്യത്തിന് പുളി പിഴിഞ്ഞതും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇതിനോടൊപ്പം ഞാൻ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി സ്വാദ് കൂട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ലേശം പച്ച വെളിച്ചെണ്ണ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ബാച്ചലർ ഫ്രണ്ട്ലി സാമ്പാർ റെഡി ആയിട്ടുണ്ട്.